ഹലോ എല്ലാവർക്കും നമസ്കാരം. ഐ എം ഹസ്ന. വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഇനി നമ്മൾ മുട്ട പാർട്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടോ എല്ലാവരും? ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. 2 സവാള കട്ട് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. എന്നാൽ പെട്ടെന്ന് വഴറ്റി വന്നോളൂ. സവാള നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ മുട്ട ഇടേണ്ട കേട്ടോ, കാരണം മുട്ട ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ പാർട്സ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ പാർട്സ് ഇവിടെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കരുത്. ചെറിയ രൂപത്തിലൊന്ന് ഇളക്കുക, അല്ലെങ്കിൽ മുട്ട ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ മുട്ട പാർട്സ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ ടച്ച് ആയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. ഈ ഒരു രൂപത്തിൽ മുട്ട പാർട്സ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.